പ്രിയപ്പെട്ട അധ്യാപകരില്ലാതെ പാങ് GLP സ്കൂളിലെ കുരുന്നുകൾ പുതിയ അധ്യയന വർഷത്തെ വരവേറ്റു. ദുരന്തം സമ്മാനിച്ച വേദനയിൽ നിന്ന് കരകയറിയെത്തുന്ന കുരുന്നുകളെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് വരവേറ്റു. വിനോദയാത്ര തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ തട്ടിയെടുത്തതിന്റെ വേദനയിൽ നിന്ന് ഈ കുരുന്നുകൾ മുക്തരായിട്ടില്ല. 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂളിലെത്തിയപ്പോൾ പുതിയ അധ്യാപകർ ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ മറികടക്കാൻ സന്നദ്ധത ഉള്ള അധ്യാപകരെ നമ്മൾ ഏതാണ്ട് ക്ഷണിച്ചിരുന്നു. പല അധ്യാപകരും അതിന് സന്നദ്ധരായിരുന്നു. പിന്നെ ഏതാണ്ട് അവരുടെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഏറ്റവും നാട്ടിലെ ഏറ്റവും അടുത്ത ആളുകളെ, ഏറ്റവും പ്രാദേശികവാസികളായിട്ടുള്ള ആളുകളെ തന്നെ ആണ് നമ്മളിവിടെ നിയമിച്ചിട്ടുള്ളത്. പുതിയ തുടക്കം. കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് തുടരുമെന്ന് പ്രധാനാധ്യാപകൻ പറഞ്ഞു. ആവശ്യമുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി കൗൺസിലിംഗ് സംഘം തയ്യാറാണ്. അധ്യാപകർക്കും അതിനുള്ള പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായുള്ള പിന്തുണ കൊടുക്കുന്നതിനാണ് ഇത് നമ്മൾ തയ്യാറായിട്ടുള്ളത്. നഷ്ടങ്ങൾ കുരുന്നുകളെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ചിരിക്കുന്നു പുതിയ അധ്യാപകർ. സ്കൂൾ കെട്ടിടങ്ങളും ക്ലാസ് മുറികളും അറ്റകുറ്റപ്പണി നടത്തി ചായം പൂശി പരിസരം ശുചീകരിച്ചു. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ പരമാവധി മറികടന്നുണ്ട്. അതിനെ മറികടക്കേണ്ട ഒരു രീതിയാണ് ഞങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പദ്ധതി ഇവിടെ കണ്ടെത്തിയില്ലേ. കുറുവ പഞ്ചായത്തിന്റെ പ്രവേശനോത്സവവും പാങ് GLP സ്കൂളിലാണ് നടന്നത്. സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ മറികടന്ന് വർണ്ണാഭമായ പ്രവേശനോത്സവമാണ് പാങ് GLP സ്കൂളിൽ ഒരുക്കിയിരുന്നത്. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.